മന്ത്രങ്ങളിലും നല്ലതും ചീത്തയും ഉണ്ട്. അതായത് നന്മയ്ക്ക് വേണ്ടിയുള്ള മന്ത്രങ്ങളും തിന്മയ്ക്ക് വേണ്ടിയുള്ള മന്ത്രങ്ങളും. ഇവയ്ക്കെല്ലാം അനുബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങളും ഹോമങ്ങളും മറ്റുമുണ്ട്. ഇവയുടെയെല്ലാം സമന്വയം ഉദ്ദിഷ്ട ഫലപ്രാപ്തികൾ നേടിത്തരുന്നു. അവയെ പറ്റിയെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ യുഗത്തിൽ ആർക്കും ജപിക്കാവുന്ന മന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സിദ്ധിപ്രദങ്ങളായ മന്ത്രങ്ങൾ. 3 അക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾ, ഒരക്ഷരം മാത്രമുള്ളവ നരസിംഹ മന്ത്രങ്ങൾ, കാർത്തവീര്യാർജുന മന്ത്രം, ഗണപതി മന്ത്രങ്ങൾ, ചേടക യക്ഷിണി മന്ത്രങ്ങൾ, മാതംഗി മന്ത്രങ്ങൾ, ത്രിപുരസുന്ദരി മന്ത്രം, ശ്യാമ മന്ത്രങ്ങൾ, കാളി മന്ത്രങ്ങൾ, സരസ്വതി മന്ത്രങ്ങൾ എന്നിവയാണ് ഇന്നത്തെ യുഗത്തിൽ ആർക്കും ജപിക്കാവുന്ന മന്ത്രങ്ങൾ. അടുത്തത് സാധാരണ ചെയ്യുന്ന ഹോമങ്ങൾ. ഫലങ്ങൾ, അതായത് പഴങ്ങൾ ഉപയോഗിച്ചുള്ള ഹോമങ്ങൾ. ദേവപ്രീതിക്കും പ്ലാശിം ചമത കൊണ്ടുള്ള ഹോമം അഭീഷ്ടകാര്യം സാധിക്കുന്നതിനും ഉത്തമമാണ്. കരവീര പുഷ്പം ഉപയോഗിച്ചുള്ള ഹോമം സ്ത്രീകളെ വശീകരിക്കുന്നതിനും ചിറ്റമൃത വ്യാധി ശമനത്തിനും, കറുക ഹോമം ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനും, ശർക്കര ഉപയോഗിച്ചുള്ള ഹോമം ജനങ്ങൾ വശീകരിക്കപ്പെടുന്നതിനും, നാൽപ്പാമരം ഉപയോഗിച്ച് തെളിച്ച ഹോമകുണ്ഡത്തിൽ നെല്ല്, യവം മുതലായവ ഹോമിക്കുന്നത് ഐശ്വര്യസിദ്ധിക്കും ഉത്തമമാണ്. മുരിക്കിൻ പൂവ് ബ്രാഹ്മണരെ വശത്താക്കാനും, പടലോവള്ളി ക്ഷത്രിയരെ വശത്താക്കാനും, കൊന്നച്ചമത വൈശ്യരെ വശത്താക്കാനും, പുന്നച്ചമത ശൂദ്രരെ വശത്താക്കാനും ഉപയോഗിക്കുന്നു. വരക്, ഉഴുന്ന്, പരുത്തിക്കുരു തുടങ്ങിയവ ശത്രുക്കളെ നേരിടുന്നതിനും നശിപ്പിക്കുന്നതിനുമായി ഹോമത്തിന് ഉപയോഗിച്ചു വരുന്ന വസ്തുക്കളാണ്. ഇതിൽ വരക് ഉപയോഗിച്ച് ഹോമിച്ചാൽ ശത്രുവിന് വ്യാധി പിടിപെടും. താന്നിച്ചമത ശത്രുവിനെ മാനസിക രോഗിയാക്കി മാറ്റും. പരുത്തിക്കുരു ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെ അപ്പാടെ സ്തംഭിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയാണ്. ഉഴുന്ന് ശത്രുവിൻ്റെ സംസാരശേഷി തന്നെ നശിപ്പിച്ചു കളയുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അടുത്തത് ഷഡ്കർമ്മങ്ങൾ അഥവാ ഷൾ കർമ്മങ്ങൾ എന്നും പറയും. ശാന്തികർമ്മം, വശ്യം, സ്തംഭനം, വിദ്വേഷണം, ഉച്ചാടനം, മാരണം എന്നിങ്ങനെയുള്ള 6 കർമ്മങ്ങളാണ് ഷഡ്കർമ്മങ്ങൾ എന്ന് താന്ത്രിക വിദ്യയിൽ അറിയപ്പെടുന്നത്. ഓരോ മന്ത്രത്തിലും ഇവയെപ്പറ്റി പരാമർശം ഉണ്ടാകും. ഇവ എന്തെന്ന് സാമാന്യ ജ്ഞാനം ലഭിക്കുന്നതിനു വേണ്ടി സംക്ഷിപ്തമായി വിവരിക്കുന്നു. ഷഡ്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഓരോ കർമ്മത്തിനും അതിൻ്റെതായ ദേവതകൾ, സ്വീകരിക്കേണ്ടതായ നിറം, ഋതുക്കൾ, ദിക്ക്, ദിവസം, ആസനം, വിന്യാസങ്ങൾ, മണ്ഡലം, മുദ്ര, അക്ഷരം, ഭൂതോദയം, ചമത, മാല, അഗ്നി, എഴുതുന്നതിനുള്ള വസ്തു, ഹോമകുണ്ഡം, എഴുത്താണി എന്നിവയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓരോ കർമ്മത്തിനും വിധിച്ചിട്ടുള്ളവ അനുഷ്ഠിച്ചാൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയുള്ളൂ. അടുത്തത് ശാന്തികർമ്മം. ശാന്തികർമ്മത്തിന് വെളുത്ത പൂവ് കൊണ്ട് രതിയെ പൂജിക്കണം. ശുക്ലപക്ഷത്തിലെ ദ്വിതീയ, തൃതീയ, പഞ്ചമി, സപ്തമി എന്നീ തിഥികളും ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളും ശാന്തികർമ്മത്തിന് ഉത്തമമാണ്. ദൈനംദിന ജീവിതത്തിലെ എല്ലാ ആപത്തുകളും നീങ്ങി ശാന്തി ലഭിക്കുന്നതിനുള്ള മന്ത്രപ്രയോഗങ്ങളാണ് ശാന്തികർമ്മത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദാരിദ്ര്യം, രോഗങ്ങൾ, ഭയം, ആപത്ത് എന്നിവയിൽ നിന്നെല്ലാമുള്ള മോചനവും അവയുടെ ശമനവുമാണ് ശാന്തികർമ്മങ്ങൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. വീടിൻ്റെ ഈശാന കോണിലേക്ക് തിരിഞ്ഞിരുന്നാണ് ശാന്തികർമ്മം അനുഷ്ഠിക്കേണ്ടത്. പത്മാസനത്തിൽ കാളത്തോലിൻ്റെ പുറത്ത് ഉപവിഷ്ടനായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ശാന്തികർമ്മത്തിന് മന്ത്രം ഗ്രഥനമായി ചൊല്ലണം. അതായത് ആദ്യം മന്ത്രത്തിൻ്റെ ഒരക്ഷരവും പിന്നെ വ്യക്തിയുടെ പേരിൻ്റെ ഒരക്ഷരവും ചൊല്ലുക. ഇങ്ങനെ ഇടകലർത്തി വേണം ഇത് ചൊല്ലേണ്ടത്. ശാന്തികർമ്മത്തിന് കറുകയാണ് ചമതയായി ഹോമിക്കേണ്ടത്. ശംഖു കൊണ്ടുള്ള ജപമാല ഉപയോഗിച്ച് വേണം ശാന്തികർമ്മത്തിലെ മന്ത്രത്തിൻ്റെ എണ്ണം തിട്ടപ്പെടുത്തേണ്ടത്. ഹോമാഗ്നി ജ്വലിപ്പിക്കുമ്പോൾ എരുക്ക്, പ്ലാശ് എന്നിവ വിറകായി ഉപയോഗിക്കാം. അടുത്തത് വശ്യമാണ്. വശീകരണം എന്നാൽ ആകർഷണമാണ്. വശീകരണ മന്ത്രപ്രയോഗങ്ങളിലൂടെ സിദ്ധി നേടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ അയാളാൽ വശീകരിക്കപ്പെടുന്നു അഥവാ
ആകർഷിക്കപ്പെടുന്നു. അയാൾ പറയുന്നതെന്തും മറു ചോദ്യമില്ലാതെ മറ്റുള്ളവർ അനുസരിക്കാൻ ബാധ്യസ്ഥരാകുന്നു എന്നതാണ് ഫലം. വശീകരണത്തിന് ചുവന്ന പൂക്കൾ കൊണ്ട് സരസ്വതിയെയാണ് പൂജിക്കേണ്ടത്. വീടിന്റെ വടക്കു ഭാഗത്ത് വടക്കോട്ട് തിരിഞ്ഞിരുന്നു വേണം വശീകരണ മന്ത്രം ചൊല്ലേണ്ടത്. വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി, നവമി, ഷഷ്ഠി, ത്രയോദശി എന്നീ പക്കങ്ങളും തിങ്കൾ, വ്യാഴം എന്നീ ദിവസങ്ങളും വശീകരണ കർമ്മത്തിന് ഉത്തമമാണ്. പന്നിത്തോലിൽ സ്വസ്തികാസനത്തിലിരുന്ന് വേണം വശ്യം ചെയ്യേണ്ടത്. വിദർഭമായിട്ടാണ് വശ്യത്തിന് മന്ത്രം ചൊല്ലേണ്ടത്. ആദ്യം മന്ത്രത്തിന്റെ 2 അക്ഷരവും പിന്നെ നാമത്തിന്റെ 1 അക്ഷരവും ചൊല്ലുന്ന രീതിയാണ് ഇത്. നാരകച്ചമത ആടിന്റെ നെയ്യിൽ മുക്കി ഹോമിച്ചാണ് വശീകരണം ചെയ്യുന്നത്. താമരക്കുരു കോർത്ത ജപമാല ഉപയോഗിക്കണം. അടുത്തത് സ്തംഭനം. എല്ലാ പ്രവൃത്തികളിൽ നിന്നും തടയുക എന്നതാണ് സ്തംഭനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാരീരികമായി യാതൊന്നും ചെയ്യാൻ ശേഷിയില്ലാതെ സകല ശക്തികളും സ്തംഭിച്ചു പോകുന്ന അവസ്ഥ സ്തംഭന കർമ്മത്തിന്റെ ഫലമായി ഉണ്ടാകുമെന്ന് പറയുന്നു. മനുഷ്യന് ഉപദ്രവകാരികളായ ദുഷ്ടജന്തുക്കളെയും സർപ്പങ്ങളെയും നിയന്ത്രിക്കാൻ സ്തംഭനത്തിന് ശേഷിയുണ്ട്. മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഭഗവതിയെ പൂജിക്കുകയാണ് സ്തംഭനത്തിന് വേണ്ടത്. വീടിന്റെ കിഴക്കു ഭാഗത്ത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം സ്തംഭന കർമ്മം ചെയ്യേണ്ടത്. കറുത്ത പക്ഷത്തിലെ പഞ്ചമി, അഷ്ടമി, കറുത്ത വാവ് എന്നിവയും ചൊവ്വ, ശനി, ഞായർ എന്നീ ദിവസങ്ങളും സ്തംഭന കർമ്മത്തിന് ഉത്തമമാണ്. വികടാസനമാണ് സ്തംഭനത്തിന് പറഞ്ഞിട്ടുള്ളത്. ആനത്തോലിലിരുന്ന് വേണം സ്തംഭന കർമ്മങ്ങൾ ചെയ്യേണ്ടത്. സമ്പുടം എന്ന രീതി അവലംബിച്ചാണ് സ്തംഭന മന്ത്രങ്ങൾ ജപിക്കേണ്ടത്. ആദ്യം മന്ത്രം മുഴുവൻ ജപിക്കുക, പിന്നെ നാമം മുഴുവൻ ചൊല്ലുക, പിന്നെ വിപരീത ദിശയിൽ ചെയ്യുക. ഇതാണ് സമ്പുട രീതി. കൊന്നയുടെ ചമത ആടിന്റെ നെയ്യിൽ മുക്കി നനച്ചു വേണം ഹോമിക്കേണ്ടത്. വേപ്പിൻ കുരു കൊണ്ട് നിർമ്മിച്ച മാലയാണ് സ്തംഭന ക്രിയയിൽ ജപത്തിനായി ഉപയോഗിക്കേണ്ടത്. പേരാൽമരം കടഞ്ഞുണ്ടാക്കിയ അഗ്നി ഉപയോഗിച്ചു വേണം സ്തംഭനത്തിൽ ഹോമം ചെയ്യേണ്ടത്. അടുത്തത് വിദ്വേഷണമാണ്. ശത്രുപക്ഷത്ത് നിൽക്കുന്ന 2 പേർ തമ്മിൽ പരസ്പര വൈര്യം ജനിപ്പിച്ച് അവരെ തകർക്കുക എന്ന ലക്ഷ്യമാണ് വിദ്വേഷണ കർമ്മത്തിനും മന്ത്രങ്ങൾക്കും ഉള്ളത്. പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് ജ്യേഷ്ഠ ഭഗവതിയെ പൂജിക്കുകയാണ് വിദ്വേഷണത്തിന് ചെയ്യുന്നത്. വീടിന്റെ നിര്യതി കോണിൽ ആ ദിക്കിലേക്ക് തിരിഞ്ഞിരുന്നു വേണം പൂജ ചെയ്യേണ്ടത്. വെളുത്ത പക്ഷത്തിലെ ഏകാദശി, ദശമി, നവമി, അഷ്ടമി എന്നീ തിഥികളിലും വെള്ളിയാഴ്ച, ശനിയാഴ്ച എന്നീ ദിവസങ്ങളിലുമാണ് വിദ്വേഷണം ചെയ്യേണ്ടത്. കുറുക്കന്റെ തോലിൽ കുക്കുടാസനത്തിലിരുന്ന് വേണം വിദ്വേഷണം ചെയ്യേണ്ടത്. രോധനം എന്ന രീതിയിൽ വേണം മന്ത്രം ജപിക്കേണ്ടത്. നാമത്തിന്റെ ആദ്യ ഭാഗത്തും മധ്യത്തിലും ഒടുവിലും മന്ത്രം ജപിക്കുന്ന രീതിയാണിത്. ഹോമത്തിന് കള്ളിച്ചമതയും അഗസ്തി എണ്ണയും വേണം. കടൽ നാക്കുകൊണ്ടുള്ള ജപമാല വേണം ഉപയോഗിക്കേണ്ടത്. അടുത്തത് ഉച്ചാടനമാണ്. വീടും നാടും ഉപേക്ഷിച്ചു പോകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന അവസ്ഥയാണ് ഉച്ചാടനം. സ്ഥാനഭ്രംശം എന്നും ഇതിന് അർത്ഥം കൽപ്പിക്കാറുണ്ട്. സ്വന്തം ഭവനവും വസ്തുവകകളുമെല്ലാം അന്യാധീനപ്പെട്ട് നശിച്ച് അഷ്ടിക്ക് വകയില്ലാതെ മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണിത്. പണ്ട് പല വ്യാധികളും ഉച്ചാടനത്തിലൂടെ ഭേദമാക്കാറുണ്ടായിരുന്നു. പച്ച നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് ദുർഗാ ഭഗവതിയെ പൂജിക്കുകയാണ് ഉച്ചാടനത്തിൽ ചെയ്യാറ്. വീടിന്റെ വായുകോണിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു വേണം ഉച്ചാടന കർമ്മം നിർവഹിക്കേണ്ടത്. കറുത്ത പക്ഷത്തിൽ 14 അഷ്ടമിയോ ശനിയോ വന്നാൽ ഉച്ചാടനത്തിന് ഉത്തമ സമയമാണ്. ആട്ടിൻ തോലിൽ വജ്രാസനത്തിലിരുന്നാണ് ഉച്ചാടനം ചെയ്യേണ്ടത്. ആദ്യം മന്ത്രം മുഴുവൻ ചൊല്ലി പിന്നീട് പേര് മുഴുവൻ ചൊല്ലുന്ന യോഗം എന്ന രീതിയിലാണ് ഉച്ചാടന മന്ത്രങ്ങൾ ജപിക്കേണ്ടത്. കടുകെണ്ണയിൽ മാവിൻ ചമത മുക്കിയാണ് ഉച്ചാടനത്തിന് ഹോമിക്കേണ്ടത്. കുതിരപ്പല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മാലയാണ് ഉച്ചാടനത്തിന് ജപിക്കാൻ ഉപയോഗിക്കേണ്ടത്. അടുത്തത് മാരണം. കൊല്ലുക, ഇല്ലാതാക്കുക എന്നെല്ലാമാണ് മാരണത്തിനർത്ഥം. ഉപദ്രവകാരികളായ ശത്രുക്കളെ അഥവാ ബാധകളെ അവ വീണ്ടും ഉപദ്രവം ഉണ്ടാക്കുന്നതിൽ നിന്നും തടയുക എന്നതാണ് മാരണത്തിന്റെ ഉദ്ദേശ്യം. മങ്ങിയ നിറമുള്ള പുഷ്പങ്ങൾ കൊണ്ട് കാളീപൂജ ചെയ്താണ് മാരണം നടത്തേണ്ടത്. വീടിന്റെ അഗ്നികോണിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു വേണം മാരണം ചെയ്യുവാൻ.
കറുത്ത പക്ഷത്തിലെ പഞ്ചമി, അഷ്ടമി, കറുത്ത വാവ്, ഞായർ, ശനി, ചൊവ്വ എന്നീ ദിവസങ്ങൾ മാരണത്തിന് ഉത്തമമാണ്. ഭദ്രകാസനമാണ് മാരണത്തിന് വിധിച്ചിരിക്കുന്നത്. പോത്തിൻ തോലിലിരുന്നാണ് മന്ത്രവിധികൾ നിർവഹിക്കേണ്ടത്. ആദ്യം മന്ത്രം ജപിക്കുകയും പിന്നീട് പേര് ചൊല്ലുകയും ചെയ്യുന്ന രീതിയാണ് മാരണത്തിന് അവലംബിക്കേണ്ടത്. കടുകെണ്ണയിൽ കരിങ്ങാലി ചമത മുക്കി ഹോമിക്കുകയാണ് ചെയ്യുന്നത്. കഴുതപ്പല്ലുകൊണ്ട് ഉണ്ടാക്കിയ ജപമാല ഉപയോഗിക്കണം.